السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. وأفوض أمري إلى الله إن الله بصير بالعباد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة ومن كل شر ذي شر يا رب العالمين. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وأعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود. صدق الله مولانا العلي العظيم. يا خير من دفنت في القاء أعظمه فطاب من طيبهن القاء واللكم. نفسي فداء لقبر نمت ساكنه فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم. وصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. അഭിവന്ദരായ സയ്യിദ് അവറുകളെ, പണ്ഡിത മഹത്തുക്കളെ, കാരണവന്മാരെ, യുവസുഹൃത്തുക്കളെ, ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, വിശുദ്ധമായി മജ്ലിസിന്റെ ഭാഗമാവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തന്നതുപോലെ അനുഗ്രഹപൂരിതമായ സ്വർഗീയാരാമത്തിൽ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ നസീബിൽ പ്രത്യേകമായി നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകളെ അല്ലാഹു പ്രത്യേകിച്ച് ഇവിടെ അനുസ്മരിച്ചവരും അല്ലാത്തവരുമായ എല്ലാവരെയും അർഹമുർ റഹീമായ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങൾക്ക് അല്ലാഹു രോഗങ്ങളെ തൊട്ട് നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും പടച്ച റബ്ബ് ഹിഫ്ള് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയെത്തിയ വാക്കുകളായിരുന്നു മഹാനായ സയ്യിദ് അവറുകളുടേത്. സ്വാഭാവികമായും നമ്മൾ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് പോലെ നാം സംസാരിച്ചാൽ പറയുന്ന നമുക്കും കേൾക്കുന്നവർക്കും അതൊരു പക്ഷേ ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടായിരിക്കും. പക്ഷെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഉൾപ്പെടെയുള്ള അഹ്ലു ബൈത്ത്
അള്ളാഹു നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് തന്ന സുഹൃതം, അവരുടെ വാക്കുകൾ, അതിനെന്തോ ഒരു പവർ, ഒരു നൂറാനിയത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ പറയേണ്ടതെല്ലാം പറഞ്ഞ്, കേൾക്കേണ്ടതെല്ലാം കേട്ട് നമ്മൾ എന്തിനാണോ ഇവിടെ എത്തിച്ചേർന്നത്, നമുക്കാവശ്യമുള്ള, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആവശ്യമായ പ്രാർത്ഥനകളൊക്കെ ബഹുമാനപ്പെട്ടവർ നിർവഹിച്ച, ഒരുപാട് നന്മയുള്ള തന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നമ്മളുമായി, ഈ മജ്‌ലിസിന്റെ ആളുകളായി നമ്മളുമായി പങ്കുവച്ച് അതിന്റെ പൂർത്തീകരണത്തിന് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അർപ്പിക്കാനും അതിലേറെ പ്രാർത്ഥന കൊണ്ട് ആ വിഷയങ്ങളുടെ വിജയത്തിന് വേണ്ടി കൂടെ നിൽക്കാനും നമ്മളോട് അപേക്ഷിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ സംസാരം ഇന്ന് അവസാനിച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ നിയ്യത്തും അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടുത്തെ മൗഇദത്തും ഒക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 140 ആളുകൾ ജയിച്ചു നമ്മുടെ കൊച്ചു കേരളത്തിൽ. കേരളത്തിന് പുറത്ത് മറ്റും ജയങ്ങൾ നമ്മൾ കേട്ടു. അതിന്റെ ആരവങ്ങളും മലയൊലികളും നടന്നു വരികയാണ്. നമുക്കും പ്രിയപ്പെട്ടവരെ, ആ ചിന്തകളിൽ നിന്ന് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത നമുക്കും ഒരു ദിവസം വിജയിക്കേണ്ടയോ എന്നുള്ളതാണ്. ആ വിജയത്തിന് നിദാനമായ കാര്യങ്ങളാണ്. ഏത് നിമിഷവും അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഈ ലോകത്ത് നിന്ന് വിജയം നഷ്ടപ്പെടുത്തി കടന്നു പോവരുത്, ജീവിതം അവസാനിപ്പിക്കരുത്, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമുക്ക് നൽകിയത്. നമ്മുടെ ആംബുലൻസ് ആണെങ്കിലും, നമ്മുടെ അൻവാറുൽ ഹുദയാണെങ്കിലും, അതിന്റെ ഓഫ് ക്യാമ്പസ് ആണെങ്കിലും ഒക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് ഏറ്റെടുക്കാനും അതിനോട് ചേർന്ന് നിൽക്കാനും ഒക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ വിശിഷ്ടാതിഥികളായി ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ക്ഷണിച്ച ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഹാജിമാരും ഹജ്ജുമ്മമാരും അല്ലാഹുവിന്റെ വിശുദ്ധമായ വീടിന്റെ ഉമ്മറത്തേക്ക്, ആ വീടിന്റെ സമീപത്തേക്ക് അണയുന്ന പ്രത്യേകമായ സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉള്ളത്. ഈ ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും ആ മുബാറക്കായ അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഒരു വല്ലാത്ത അനുഭൂതിയുള്ള യാത്രയാണത്. ബഹുമാനപ്പെട്ട സ്വഹാബുൽ ബദറിനെ പറയാൻ തുടങ്ങിയിട്ട്, കേൾക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവും ഓർമ്മയും നമ്മുടെ മുൻപിലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഉമ്മാമ്മമാരിൽ നിന്ന്, വല്യമ്മമാരിൽ നിന്ന് നമ്മൾ അവരെ കേട്ടിട്ടുണ്ട്. അവർ അവരുടെ മുൻഗാമികളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ സമുദായത്തിന്റെ ഈമാനിന് കാവൽ നിന്ന ആളുകളാണ് സ്വഹാബുൽ ബദർ. ആ സ്വഹാബുൽ ബദർ ഉൾപ്പെടെ ലക്ഷത്തിൽ പരം വരുന്ന സഹാബത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ മണ്ണ്, അവരുടെ നായകരായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്ന് പിച്ച വെച്ച് വളർന്ന് തന്റെ സുഹൃതങ്ങൾ മുഴുവനും ലോകത്തിന് സമർപ്പിച്ച മണ്ണ്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ബീവി ഹാജർ റളിയല്ലാഹു അൻഹ, അവരുടെ ചരിത്രമുറങ്ങുന്ന മണ്ണ്, തന്റെ ജീവന്റെ പാതിയായ മുത്ത് റസൂലുള്ളാഹിന്റെ ജീവന്റെ പാതിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ അന്തി ഉറങ്ങുന്ന മണ്ണ്, ഈ കേരളത്തിന്റെ ഈമാനിന്റെ വെളിച്ചത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ കൂട്ടായ്മയുടെ കാരണവരായ മഹാനായ സയ്യിദുൽ ഖൗം അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അന്തി ഉറങ്ങുന്ന മണ്ണ്, ജനിച്ച മണ്ണിൽ നിന്ന് സ്വീകരിച്ച മണ്ണിലേക്ക് പലായനം ചെയ്തിട്ട് തന്റെ അന്ത്യവാസം മുത്തുനബി തെരഞ്ഞെടുത്ത ദജ്ജാലിന് പ്രവേശനമില്ലാത്ത പരിശുദ്ധമായ മദീന ഉൾക്കൊള്ളുന്ന മണ്ണ്, ജംറാത്തിന്റെയും അറഫാത്തിന്റെയും മുസ്ദലിഫയുടെയും മണ്ണ്, ആ മണ്ണിലേക്കുള്ളൊരു യാത്ര. ഇത് കൊതിക്കാത്തവരായി ലോകത്താരെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ആ യാത്രയെ നമ്മൾ കൊതിക്കുകയും പോയവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയും വേണം. ഒരു ഹാജിക്ക്, എന്തുകൊണ്ട് ഒരു ഹാജിക്ക്, ഒരു ഹജ്ജുമ്മക്ക് ഈ യാത്രയിൽ ലഭ്യമാകുന്ന അനന്തമായ സാധ്യതകൾ, അല്ലാഹുവിന്റെ അടുക്കലുള്ള സാധ്യതകളും പ്രതിഫലങ്ങളും ഒരിക്കലും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല.
അതുകൊണ്ട് തന്നെയാണ് തിരക്കുകൾക്കിടയിലും ഈമാനുള്ള മുഅ്മിനീങ്ങൾ എനിക്കൊരു ഉംറ ചെയ്യാനുള്ള അവസരമാണ് അല്ലാഹു സാമ്പത്തികമായി ശാരീരികമായി ഒരുക്കി തരുന്നതെങ്കിൽ ഞാനത് ചെയ്യട്ടെ, എനിക്കൊരു ഹജ്ജിനുള്ള അവസരമാണെങ്കിൽ ഞാനത് ചെയ്യട്ടെ എന്ന് തീരുമാനിച്ചിട്ട് എല്ലാം വെടിഞ്ഞിട്ട് അല്ലാഹുവിനെ തേടി പുറപ്പെടുന്നത് ഇതൊരു വല്ലാത്ത യാത്രയാണ്. ആ യാത്രയിൽ ലഭ്യമാകുന്ന സുഹൃതങ്ങൾക്ക് അറ്റമില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ നിന്നെല്ലാം വിട പറഞ്ഞുകൊണ്ട് വിട ചോദിച്ചുകൊണ്ട് വിശുദ്ധമായ മക്കയിലേക്ക് ചെന്നിട്ട് കറുത്ത പട്ട് സ്വർണ്ണപ്പട്ട് പുതച്ചു നിൽക്കുന്ന ആ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നഗ്നനേത്രങ്ങളെ കൊണ്ട് നോക്കുന്നതോടുകൂടെ നാളെ ഇലാഹായ റബ്ബിനെ കാണാനുള്ള അവസരം റബ്ബ് നമുക്ക് ഒരുക്കി തരുകയാണ്. കഅബാലയത്തെ ആത്മാർത്ഥമായി കണ്ടവന് അല്ലാഹുവിനെ കാണാൻ കഴിയുമത്രേ. പടച്ച റബ്ബ് തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൻ നളറ ഇലൽ കഅബ മൻ നളറ ഇലൽ കഅബതി ഈമാനം വഹ്തിസാബ, ആരെങ്കിലും ഈമാനോടുകൂടെ പ്രതിഫല പ്രതീക്ഷയോടുകൂടെ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് കുഞ്ഞിളം പ്രായത്തിൽ കേൾക്കാൻ തുടങ്ങിയ തിരിഞ്ഞു നിന്ന ആ കഅബാലയത്തിലേക്കൊന്ന് നോക്കിയാൽ ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ, അവന്റെ ജീവിതത്തിലെ സകലമായ പാപങ്ങളും അല്ലാഹു അവന് പുറത്തു കൊടുക്കുകയാണ്. മാത്രമല്ല പാപ സുരക്ഷിതത്വമുള്ളൊരു ജീവിതം അവൻ അല്ലാഹു നൽകുകയാണ്. ആരാണിത് പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പരിശുദ്ധമായ ഹറമിൽ ചെന്നിട്ട് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചിട്ട് ഒരു സുബ്ഹാനല്ലാഹ് പോലും പറയാതെ വിശുദ്ധ കഅബാലയത്തിന്റെ മനോഹാരിത ഹൃദയത്തിന്റെ ക്യാമറ കൊണ്ട്, ഹൃദയത്തിന്റെ ക്യാമറയായ കണ്ടുകൊണ്ട് ഒപ്പിയെടുക്കുന്ന ഒരു പ്രക്രിയ മാത്രം ഒരു വിശ്വാസി നിർവഹിച്ചാൽ അവന്റെ പ്രതിഫലം എന്താ? അവന്റെ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയാണ്, അവന്റെ ജീവിതത്തെ പാപസുരക്ഷിതമാക്കുകയാണ്. മാത്രമല്ല വഹശറഹുല്ലാഹു യൗമൽ ഖിയാമത്തി മിനൽ ആമിനീൻ, നാളെ അന്ത്യദിനത്തിൽ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാം തവണ സൂറിൽ ഊതുമ്പോൾ ആ മനുഷ്യൻ വരുന്നത് നിർഭയത്വത്തോടുകൂടെയാണ്. മഹ്ശറിന്റെ ഒരു പ്രശ്നങ്ങളും അവനെ ബാധിക്കുന്നില്ല, പ്രയാസങ്ങൾ അവനെ ബാധിക്കില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഈ ആമിനീങ്ങൾ നിർഭയത്വം നേടിയെടുത്ത ആളുകൾ? അല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അംബിയാക്കള്, സുദ്ദീഖീങ്ങള്, സാലിഹീങ്ങള്, ശുഹദാക്കൾ ഉൾക്കൊള്ളുന്ന ആ പട്ടികയിലേക്കാണ് പ്രിയപ്പെട്ടവരെ പാലക്കാട് നിന്ന്, മണ്ണാർക്കാട് നിന്ന്, മലപ്പുറത്ത് നിന്ന്, കടുങ്ങപുരത്ത് നിന്ന് പോകുന്ന പച്ച സാധുക്കളായ നമ്മളെ ചേർക്കപ്പെടുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര മനോഹരമായ യാത്രയാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് യാത്ര ചെയ്താലാണ് ഇത്രമേൽ പ്രതിഫലം നമുക്ക് ലഭിക്കുക? നമ്മുടെ മനോഹരമായ കാൽപാദം കൊണ്ട് എത്ര അടി നമ്മൾ നടന്നിട്ടുണ്ട്, കാലുകൾ വെച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ. എന്നാൽ അല്ലാഹുവിന്റെ വീടിന്റെ പരിസരത്ത് ചെന്നിട്ട് ആ മത്താഫുണ്ടല്ലോ, ആ മത്താഫിൽ പ്രിയപ്പെട്ടവരെ കഅബാലയം വലയം വെച്ച് നമ്മൾ നടക്കുമ്പോ ഓരോ കാലടിക്കും അല്ലാഹു 30 പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ കാലടിക്കും 30 പ്രതിഫലം. അത് വ്യത്യസ്തമായ പ്രതിഫലമാണ്. 10 ദോഷങ്ങൾ അവന്റെ പൊറുക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 10 പദവികൾ ഉയർത്തുകയാണ്, 10 അനുഗ്രഹങ്ങൾ അവൻ രേഖപ്പെടുത്തുകയാണ്. എന്താണ് അവൻ ചെയ്തത്? അവന്റെ റബ്ബിനെ അന്വേഷിച്ചിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. പടച്ചവനെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയിലൂടെ നീ എന്നെ വിളിച്ച വിളിക്കുത്തരം നൽകിയിട്ട് ഞാനിതാ വന്നിരിക്കുന്നു എന്ന ആ മന്ത്രധ്വനിയോടുകൂടെ, ആ തൽബിയത്തിന്റെ മന്ത്രത്തോടുകൂടെ കടന്നു ചെന്നിട്ട് ആ പരിശുദ്ധമായ ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് കഅബാലയത്തിന്റെ കിഴക്ക് മൂലയിൽ ബിസ്മില്ലാ
ലില്ലാഹി അല്ലാഹു അക്ബർ എന്ന് കഅബാലയത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് 7 തവണ അവൻ നടക്കുകയാണ്. ഓരോ ചവിട്ടടിക്കും 30 പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഗ്രഹിക്കും മുഅ്മിനെ, ആഗ്രഹിക്കും മുഅ്മിനത്തെ. ആ ഒരു നടത്തത്തിന് വേണ്ടി, ആ ഒരു സാമീപ്യത്തിന് വേണ്ടി അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ്. എന്തൊക്കെ അവസരങ്ങളാണ് പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ഖുർആൻ ഓതാൻ ഒരു സുബ്ഹാനല്ലാഹ് വിശുദ്ധ ഹറമിൽ നിന്ന് നമ്മൾ പറഞ്ഞാൽ അതൊരു 1,00,000 സുബ്ഹാനല്ലാഹയാണ്. ഈ കടുങ്ങപുരത്ത്, ഈ മണ്ണാറക്കാട്, ഈ മലപ്പുറത്ത് നമ്മൾ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ അതൊരു റക്അത്താണ്. എന്നാൽ വിശുദ്ധമായ അല്ലാഹുവിന്റെ മസ്ജിദുൽ ഹറാമിൽ നമ്മൾ ഒരു റക്അത്ത് നിസ്കരിച്ചാലോ ആ ഒരു റക്അത്തിന് 1,00,000 റക്അത്തിന്റെ പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ഇത് പരിശുദ്ധമായ മക്കയുമായി ബന്ധപ്പെട്ട് അനന്തമായ, ഒരിക്കലും നമുക്ക് വിവരിച്ച് തീർക്കാൻ കഴിയാത്ത പ്രതിഫലമാണ് അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ലയോ ആദമേ, നിങ്ങൾക്ക് ഈ കഅബാലയം പുനരുദ്ധരിക്കുന്നതിനുള്ള പ്രതിഫലം എന്താണെന്നറിയോ? ഇവിടെ നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ നിങ്ങളുടെ മക്കളിൽ നിന്നാരിവിടെ വന്നാലും അവർക്ക് ഞാൻ പുറത്തു കൊടുക്കും. ആദമേ, ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ മനുഷ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനോട്, പടച്ചവനെ ലികുല്ലി ആമിലിൻ ലിഅമലിഹി, ഓരോ ആമിലിനും, പ്രവർത്തകനും, പ്രവൃത്തി ചെയ്യുന്നവനും അവന്റെ പ്രവർത്തനത്തിന് പ്രതിഫലമുണ്ട്. ഞാൻ നിന്റെ ഈ ഭവനം, മലായിക്കത്തുകൾ തുടക്കം കുറിച്ച ഈ ഭവനത്തിന്റെ മനുഷ്യന്റെ പ്രഥമ പങ്ക് നിർവഹിച്ചത് ഞാനാണല്ലോ. എനിക്ക് നീ നൽകുന്ന പ്രതിഫലം എന്താണെന്ന് ചോദിച്ചപ്പോ മഹാനായ ആദം നബിക്ക് കൊടുത്ത മറുപടിയാണ്, നിങ്ങൾക്ക് പുറത്തിട്ടുണ്ട്. നിങ്ങളെ മക്കളിൽ നിന്ന് ആരിവിടെ വന്നാലും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ യാത്ര പോയവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അവരുടെ ആരോഗ്യത്തിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി, അവരുടെ ഇബാദത്തിന്റെ താല്പര്യത്തിനും സ്വീകാര്യതക്കും വേണ്ടി നാളെ നമ്മളും അതിന്റെ ഭാഗമായി കിട്ടാനുള്ള പ്രാർത്ഥനയും ഉണ്ടാവണം. എത്രമാത്രം മനോഹരമായ യാത്രയാണ്. നമ്മൾ തിരിച്ചു വന്നാൽ, അവിടെ പോയി തിരിച്ചു വന്നാൽ, മൻ ഹജ്ജാ അവ്തമറ, ആരെങ്കിലും ഹജ്ജ് ചെയ്തു അല്ലെങ്കിൽ ഉംറ ചെയ്തു, ഫലം യർഫുസ് വലം യഫ്സുക്, വിശുദ്ധ ഹറമിനോടുള്ള മാന്യത പരിഗണിച്ചുകൊണ്ട് അധിക്ഷേപം, അശ്ലീലം, തർക്കം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് മാന്യനായ റബ്ബിന്റെ അതിഥിയായി പോയിട്ട് തിരിച്ചു വന്നാൽ റജാ മിൻ ദുനൂബിഹി കയൗമ വലദതുഹു ഉമ്മുഹു, തന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധിയോടുകൂടെ തിരിച്ചു വരാൻ അവൾക്ക് കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഹാജിമാർക്ക്, ഹജ്ജുമ്മമാർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയോ ഈ യാത്രയിൽ ആരെങ്കിലും മരണപ്പെടുകയാണ്, നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ മരിച്ചു, നമ്മൾ വഴിയിൽ വെച്ച് മരിച്ചു, നമ്മുടെ പള്ളി മക്ബറയിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് നമ്മളെ മറവ് ചെയ്തിട്ട് എല്ലാവരും തിരിച്ചു പോരുമ്പോ നമുക്കറിയോ പ്രിയപ്പെട്ടവരെ, ഖബർ നമുക്ക് സ്വർഗമാക്കപ്പെടുമോ എന്ന്, അതോ ഖബറിൽ അദാബ് നിറക്കപ്പെടുമോ എന്ന്? അല്ലാഹുവേ, നിർബന്ധമായും നിശ്ചയമായും ഞങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യമാണല്ലോ ഖബറിന്റെ അവസ്ഥ. ആ ഖബർ അവ്വലു പാരത്രിക ലോകത്തിന്റെ പ്രഥമഘട്ടമായ ഖബർ. ഇവിടെ പറഞ്ഞല്ലോ പ്രിയപ്പെട്ട ഒരു ഉമ്മ മരണപ്പെട്ട വിഷയം. കോട്ടക്കലുള്ള ഉമ്മ, അവരുടെ മക്കളാണ് ഇവിടെ വന്നത്, അവരാണ് ദുആ കൊണ്ട് പറഞ്ഞത്. അങ്ങനെ എത്രയെത്ര ഉമ്മമാരാണ്, വേണ്ടപ്പെട്ടവരാണ് ഈ വെള്ളിയാഴ്ച രാവിലും ഈ വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ ഞങ്ങളെ പ്രതീക്ഷിച്ച് പള്ളിക്കാടുകളിൽ കിടക്കുന്നത്. അല്ലാഹുവേ, ഇവിടെ പറയപ്പെട്ട ഉമ്മ ഉൾപ്പെടെയുള്ള സകലമാന അൽമൗത്ത ഞങ്ങളിൽ നിന്ന് മരിച്ച എല്ലാവരുടെയും ഖബർ സ്വർഗം കൊണ്ട് നീ അനുഗ്രഹിക്കണം റഹ്മാനേ, സ്വർഗം കൊണ്ട് നീ അനുഗ്രഹിക്കണം റഹ്മാനേ. പക്ഷെ നമുക്കറിയൂലല്ലോ പ്രിയപ്പെട്ടവരെ, എല്ലാവരും തിരിച്ചു പോരുമ്പോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സൗകര്യം നമ്മളെ ഖബറിൽ നമുക്ക് ലഭിക്കുമോ, അതോ ശക്തിമത്തായ പ്രയാസങ്ങളാണോ ഉള്ളത് എന്ന്. എന്നാൽ ഒരു ഹജ്ജിന് വേണ്ടി പോകുന്ന മനുഷ്യന്, ഒരു ഉംറയ്ക്ക് വേണ്ടി യാത്ര പോകുന്ന യാത്രക്കാരന്, ഇന്നഹാദൽ ബൈത ദിയാമത്തുൻ മിൻ ദായിമിൽ ഇസ്ലാം, ഹജ്ജ് യാത്ര എന്ന് പറയുന്നത്, ഉംറ യാത്ര എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഭവനം കാണാൻ
ആ ഉള്ളൊരു മനോഹരമായ യാത്രയാണല്ലോ. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ കഅബാലയം ഈ ഭൂമിയിലെ റബ്ബിന്റെ ആയാത്തുകളിൽപ്പെട്ട ചിഹ്നങ്ങളിൽപ്പെട്ട ഒരു ചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ വമൻ ഹജ്ജാ ബിഅ്തമറ, ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി ഒരാൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഫഹുവ ളാമിനുൻ അലല്ലാഹ്, അവന്റെ സകലമാന ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുക്കുകയാണ്. ഇനി ആ യാത്രക്കിടയിലെങ്ങാനും ഒരാളങ്ങോട്ട് മരിച്ചു പോകുകയാണ്, വിശുദ്ധമായ ഹറമിൽ വെച്ചിട്ട്, താമസ സ്ഥലത്ത് വെച്ചിട്ട്, മതാഫിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട യാത്രയിൽ അങ്ങോട്ട് മരിച്ചാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, ആ മനുഷ്യന്റെ അർവാഹിനെ, റൂഹിനെ അല്ലാഹു കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്കാണ്. അവന്റെ ജസദിന് നൽകുന്നത് സ്വർഗീയ സന്തോഷമാണ്. അതുകൊണ്ടാണ് മുത്ത് റസൂലുള്ളാഹി പറഞ്ഞത്, ഒരു ഹാജി മരിച്ചാൽ, ഇഹ്റാമിലുള്ള മനുഷ്യൻ മരിച്ചാൽ ഫലാ തുഹമ്മിറു റഅസഹു, അവന്റെ തല നിങ്ങൾ മറക്കല്ല, അവന്റെ തല നിങ്ങൾ മറക്കരുതേ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി മുലബ്ബിയാ, നാളെ അവൻ മഹ്ശറിൽ വരുന്നത് നഫ്സി നഫ്സി എന്ന് പറഞ്ഞിട്ടല്ല, 1,23,999 പ്രവാചകന്മാരും നഫ്സി എന്ന് പറഞ്ഞു വരുമ്പോൾ, ഒരു പ്രവാചകനായ ഒരൊറ്റ പ്രവാചകൻ, അത് ഈ ലോകത്തിന്റെ നിയന്താവാണ്, അത് ഈ ലോകത്തെ സൃഷ്ടിക്കാൻ കാരണമായ പ്രവാചകനാണ്, അത് മഹ്ശറിനെ സൃഷ്ടിക്കാൻ, അത് അർശും കുർശും സൃഷ്ടിക്കാൻ, സ്വർഗവും നരകവും സംവിധാനിക്കാൻ കാരണക്കാരനായ പ്രവാചകനാണ്, അത് സ്വർഗം തുറക്കാൻ അനുവാദമുള്ള പ്രവാചകനാണ്, അത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ നഫ്സി എന്ന് പറഞ്ഞിട്ട് വിലപിക്കുമ്പോ അത് അങ്ങകലെ കേൾക്കുകയാണ്. ഈ കൊച്ചു മലയാള ഭൂമികയിൽ നിന്ന് റബ്ബിന്റെ അതിഥിയായി പോയ ഹാജി ഹജ്ജുമ്മ, അവിടെ വെച്ച് മരണപ്പെട്ട ആ ഹാജിയും ഹജ്ജുമ്മയും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, പടച്ചവനെ ഇവിടെ എന്റെ നഫ്സിന്റെ പ്രയാസവും പറയാൻ വന്നതല്ല ഞാൻ. എന്റെ നാട്ടിൽ നിന്ന് എന്റെ കുടുംബങ്ങളെ, ഭാര്യയെ, മക്കളെ, ഭർത്താവിനെ, കൂട്ടുകുടുംബങ്ങളെ, മാതാപിതാക്കളെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നീ വിളിച്ച വിളി കേട്ടിട്ട് നിന്റെ വീട്ടിലേക്ക് അതിഥിയായി വന്നപ്പോഴാണ് നീ എന്നെ പിടികൂടിയത്. അതുകൊണ്ട് ഒരു ആതിഥേയൻ അതിഥിയോട് കാണിക്കേണ്ട സകലമാന മര്യാദകളും ഈ മഹ്ശറിന്റെ പ്രയാസകരമായ ഭൂമികയിൽ എനിക്ക് കിട്ടണം റഹ്മാനേ, എനിക്ക് നീ നൽകണം റഹ്മാനേ എന്ന് ഹാജിക്കും ഹജ്ജുമ്മാക്കും പറയാനുള്ള അധികാരം അല്ലാഹു നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ അതിമനോഹരമായ യാത്രയെ നമ്മൾ ആഗ്രഹിക്കണം. അതോടൊപ്പം തന്നെ മുത്ത് റസൂലുള്ളാഹിന്റെ നാട്ടിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ചവിട്ടാതെ എന്നെ മരിപ്പിക്കരുതേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. എന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ പള്ളിയിലെ ഒരാൾക്ക് നിസ്കരിക്കാൻ 40 വഖത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ മുത്ത് റസൂലുള്ളാഹി പറയാണ്, മൻ സല്ലാ ഫീ മസ്ജിദി 40 സ്വലാത്തൻ, എന്റെ പള്ളിയിൽ ഒരാൾ 40 റക്അത്ത് വഖത്ത് നിസ്കരിച്ചു, ലാ യഫൂതുഹു സ്വലാത്തുൻ, ഒരൊറ്റ നിസ്കാരം പോലും അവന് നഷ്ടപ്പെട്ടു പോയിട്ടില്ല എങ്കിൽ അവൻ അല്ലാഹു കതബല്ലാഹു ലഹു ബറാഅതൻ മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനം, നരകം അവനെ സ്പർശിക്കില്ല, ഒരിക്കലും അവനെ സ്പർശിക്കില്ല. വനജാതൻ മിനൽ അദാബ്, അവന്റെ ജീവിതത്തിന്റെ സകലമാന പ്രയാസങ്ങൾ, ദുനിയാവിന്റെ പ്രയാസങ്ങൾ, അതിലേറെ ആഖിറത്തിന്റെ സകലമാന അദാബുകളിൽ നിന്നും അല്ലാഹു അവന് സംരക്ഷണം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും മദീനയെ ആഗ്രഹിച്ചത്. അത് ശഫാഅത്തിന്റെ നാടാണ്, അത് കാരുണ്യത്തിന്റെ നാടാണ്, അത് മഹബ്ബത്തിന്റെ നാടാണ്. തുർബത്തുൽ മദീനത്തി ശിഫാഉൽ ലികുല്ലി ദാ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന നാടാണ്. ഒരാൾ ഹജ്ജ് ചെയ്തു, അവൻ എന്നെ സന്ദർശിച്ചില്ല, ഫഖദ് ജഫാനി, ഞാനും അവനും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് ബന്ധമില്ലാത്തവന് പിന്നെ റബ്ബിന്റെ ബന്ധം എങ്ങനെ ലഭിക്കാനാണ്? മുൻഗാമികളൊക്കെ തേടിയത് ഹബീബായ തങ്ങളെ ബന്ധമാണ്. മക്കയേക്കാൾ കഅബത്തുൽ മുശറഫയുള്ള നാടിനേക്കാൾ പരിശുദ്ധമായ നാട്, അല്ലാഹുവിന്റെ ഹബീബ് അന്തിയുറങ്ങുന്ന മണ്ണാണെന്ന്
പറഞ്ഞ എത്രയോ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഹജ്ജ് കൊതിക്കുന്ന ഉമ്മ, ഹജ്ജ് കൊതിക്കുന്ന മൂമിനെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉംറ നമ്മൾ ആഗ്രഹിക്കുമ്പോ അതിനേക്കാൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഹബീബിന്റെ അടുത്തൊന്ന് ചെല്ലണം, നേരിട്ടൊന്ന് സലാം പറയണം, ചൊല്ലിയ സ്വലാത്തുകൾ സലാമുകൾ അവിടെ ഒന്ന് സമർപ്പിക്കണം, സങ്കടങ്ങൾ ബോധിപ്പിക്കണം, ശഫാഅത്തിൽ ഒന്ന് ഉൾപ്പെടുത്തണമെന്ന് പറയണം, ഹൗദ് കോരിക്കൊടുക്കുമ്പോ തരണേ എന്ന് പറയണം. അതുപോലെ അവിടുത്തെ സ്നേഹഭാജനമായി ജീവിച്ച അവസാനം അവിടുത്തെ അല്ലാഹുമ്മ അരിനാ വജ്ഹ ഹബീബിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാന്മാർ ദുആ ചെയ്തതുപോലെ പടച്ചവനെ ഹബീബിന്റെ മുഖം ഞങ്ങൾക്കൊന്ന് കാണിപ്പിച്ചു തരണേ. ഹല്ലൻ വമാലാ, ഈ ജീവിതത്തിലും നാളെ പാരത്രിക ജീവിതത്തിലും അതെ ഇവിടെന്ന് കാണാൻ കഴിയണം, ഖബറിന്ന് കാണാൻ കഴിയണം, മഹ്ശറിൽ അവിടുത്തെ സാധനം ലഭിക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതും നമ്മൾ ആഗ്രഹിക്കണം. അതേ മഹാനായ ഇമാം അത്തബി തങ്ങൾ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ് ഇമാം അത്തബി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ റൗളത്തു ശരീഫ, ഹുജ്റത്തു ശരീഫയുടെ ചാരിയിരിക്കുന്ന സമയമതാ ഒരു അറാബിയായ മനുഷ്യന്, ഒരു ഗ്രാമീണനായ മനുഷ്യൻ വരികയാണ്. അദ്ദേഹത്തിന് വലിയ വിവരമൊന്നുമില്ല. അദ്ദേഹത്തിനുള്ള വിവരം മുത്ത് റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടണമെന്നുള്ളതാണ്, അവിടുന്ന് പറഞ്ഞതനുസരിച്ച് ജീവിക്കണമെന്നതാണ്. എന്റെ വാരിയെല്ലിനാൽ മൂടപ്പെട്ട ഹൃദയം എന്റെ ഹബീബിന്റെ മുമ്പിൽ സമർപ്പിക്കണമെന്നാണ്. ഞാൻ ആട് മേക്കുകയാണെങ്കിലും ഒട്ടകത്തെ മേക്കുകയാണെങ്കിലും സ്വലാത്ത് ചൊല്ലിയിട്ട് എന്റെ ഹബീബാകുന്ന രാജകുമാരനോടുള്ള ബന്ധം ശക്തിപ്പെടുത്തണമെന്നാണ്. ഇത്തരത്തിലുള്ള വിവരങ്ങളെ ആ പാവപ്പെട്ട മനുഷ്യനുള്ളൂ. ആ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വരികയാണ്. ആ മനുഷ്യൻ വന്നിട്ട് വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. റസൂലുള്ളാഹിന്റെ അടുക്കൽ വരികയാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിലാണ്, സൂറത്തുൻ നിസായിലെ ഈ ആയത്തിന്റെ വിശദീകരണത്തിലാണ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം രേഖപ്പെടുത്തുന്നത്. ഈ അറാബി വന്നിട്ട് റസൂലുള്ളാഹിന്റെ ഹുജ്റയിലേക്ക്, ആ ഹുജ്റത്തു ശരീഫയിലേക്ക്, ഖബറു ശരീഫിലേക്ക് തിരിഞ്ഞിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹബീബേ അങ്ങേക്ക് എൻ്റെ അഭിവാദ്യമുണ്ട്. സമീഅത്തുല്ലാഹ്, ഞാൻ പടച്ച റബ്ബിനെ കേട്ടിട്ടുണ്ട്. യഖൂലു, അവന്റെ വിശുദ്ധ ഖുർആനിൽ അവൻ പറയുന്നുണ്ട്, വലൗ അന്നഹും യളമു അൻഫുസഹും, ആരെങ്കിലും നബിയെ അവരുടെ ശരീരത്തോട് അക്രമം കാണിച്ചു എന്നിട്ട് അങ്ങയുടെ അടുക്കൽ വരികയാണ്, ഫസ്തഗ്ഫിറുല്ലാഹ്, അങ്ങയുടെ സാന്നിധ്യത്തിൽ വെച്ച് റബ്ബിനോട് അവരുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുകയാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അർ-റസൂലാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ്. അങ്ങയോട് വന്നിട്ട് ദോഷങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അവരങ്ങയുടെ സാന്നിധ്യത്തിൽ പൊറുക്കലിനെ തേടുന്നു. അവർക്ക് വേണ്ടി അങ്ങും പൊറുക്കലിനെ തേടിയാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, തീർച്ചയായും അല്ലാഹുവിനെ തൗബ സ്വീകരിക്കുന്നവനായി കാരുണ്യമുള്ളവനായിട്ട് എത്തിക്കാൻ പറ്റുമെന്ന ഈ ആയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് വഖദ് ജിതുക മുസ്തഗ്ഫിറൻ ബിക മുസ്തഗ്ഫിറൻ ലിദംബി, അങ്ങയുടെ ഹദ്റത്തിൽ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഞാൻ വന്നത് എൻ്റെ എണ്ണമറ്റ ദോഷങ്ങളെ കുറിച്ച് ആവലാതി പറയാനാണ്, അങ്ങയുടെ മുമ്പിൽ ആവലാതി പറയാനാണ്. മുസ്തശ്ഫിയം ബിക ഇലാ റബ്ബി, അങ്ങയെ മുൻനിർത്തിയിട്ട് എൻ്റെ റബ്ബിനോട് എൻ്റെ ദോഷങ്ങൾ ഏറ്റു പറയാനാണ്, അങ്ങയുടെ ശുപാർശ ആവശ്യപ്പെടാനാണ്. പിന്നെ ഈ മനുഷ്യൻ അങ്ങോട്ട് പാടാൻ തുടങ്ങി, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അളുമുഹു, പരിശുദ്ധമായ അങ്ങയുടെ മേനി അടക്കം ചെയ്യപ്പെട്ട, മരുഭൂമിയിൽ അടക്കം ചെയ്യപ്പെട്ട ഏറ്റവും ഉത്തമരായ പ്രവാചകരെ, ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വല്ലകമു
ഇവിടുത്തെ കുന്നുകളിലെ, ഇവിടുത്തെ മലകളിലെ, ഇവിടുത്തെ സമതലങ്ങളിൽ അങ്ങയുടെ സുഗന്ധമല്ലയോ ലഭ്യമായി കൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലേ, നഫ്സി ഫിദാഉൽ ലിഖബരിൻ അംത സാകിനുഹു, എന്റെ ശരീരം അങ്ങുറങ്ങുന്ന മണ്ണിന് ഞാൻ സമർപ്പിക്കുകയാണ്. എന്തേ കാരണമെന്നല്ലേ? ഫീഹിൽ അഫാഫ് വഫീഹിൽ ജൂദു വൽ കറമു, അവിടെയാണ് ധർമ്മമുള്ളത്, അവിടെയാണ് കാരുണ്യമുള്ളത്, അവിടെയാണ് ഇഫ്ഫത്തുള്ളത്, അവിടെയാണ് പരിശുദ്ധി ഉള്ളത്. എന്നിട്ട് തീർന്നില്ല. വസാഹിബാക ഫലാ അൻസാഹുമാ അബദാ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ചാരത്ത് വിളിച്ചു കിടത്തിയ അങ്ങയുടെ രണ്ട് സാഹിബീങ്ങളില്ലേ, മഹാനായ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ, അവരെയും ഞാൻ മറക്കുന്നില്ല. മിന്നിസ്സലാമു അലൈക്കും മാജറൽ ഖലമു, ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന കാലം മുഴുവനും എന്റെ അഭിവാദ്യങ്ങൾ അവർക്കുമുണ്ട്. പ്രവാചകരെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനോട് തന്റെ ആവലാതി ദോഷത്തെക്കുറിച്ച്, തന്റെ ജീവിതത്തിന്റെ പാളിച്ചകളെക്കുറിച്ച് ആവലാതി പറഞ്ഞിട്ട് ഈ മനുഷ്യൻ അങ്ങോട്ട് പോകുകയാണ്. ഇമാം മഅ്തബി റളിയല്ലാഹു അൻഹു പറയുന്നു, സുമ്മൻ സറഫൽ അറാബിയു, അറാബി പിന്തിരിഞ്ഞു പോയി. ഫഗശിയനി ഐനി ഫഗലബത്നി ഐനി, ഇമാം മഅ്തബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ ഉറക്കം പിടികൂടുകയാണ്, എനിക്ക് പെട്ടെന്നൊരു ഉറക്ക് വരുന്നത് പോലെ ഞാൻ എങ്ങനെ റസൂലുള്ളാഹിന്റെ ഹുജറിന്റെ സമീപം ഉറങ്ങിപ്പോയി. ഫറഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനെ കാണുന്നു. ഫിന്നൗമി, ഉറക്കത്തില്. ഫഖാല, എന്നോട് അവിടുന്ന് പറഞ്ഞത്, യാ ഉത്ബി, എന്റെ പൊന്നുമോനെ അത്ബി, ഇൽഹഖിൽ അറാബി അൽ-അറാബിയാ, ഇന്നാലിൻ-അറാബിയുടെ അടുക്കലേക്ക് താങ്കളൊന്ന് ചെല്ലണേ. ഫബശ്ശിറുഹു, ആ മനുഷ്യനോട്, പാവപ്പെട്ട മനുഷ്യൻ അങ്ങ് സന്തോഷമറിയിക്കണം. അന്നല്ലാഹ ഖദ് ഗഫറ ലഹു, എന്റെ സാമീപ്യം വന്നിട്ട് ആവലാതി പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, എന്റെ മദ്ഹ് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, എന്റെ ശഫാഅത്ത് തേടിയ മനുഷ്യനുണ്ടല്ലോ, അവനെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ട്, അല്ലാഹുവിന് പുറത്തു കൊടുത്തിട്ടുണ്ട്. ഈ സന്തോഷമൊന്ന് അറിയിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ, മഹാനായ ഇമാം അത്തബി തങ്ങളോട് താബഈങ്ങളിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ടവരോട് റസൂലുള്ളാഹി സ്വപ്നത്തിൽ അറിയിക്കുകയാണ്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് മനോഹരമായ മഹാസൗഭാഗ്യങ്ങൾ നമുക്ക് നേടിത്തരുന്ന യാത്രയാണ് വിശുദ്ധമായ ഹജ്ജിന്റെ യാത്ര, വിശുദ്ധമായ ഉംറയുടെ യാത്ര, വിശുദ്ധ റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്കുള്ള യാത്ര. അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിക്കണം. മൻ മലക സാദൻ വറഹിലതൻ തുബല്ലിഹു ഇലാ ബൈത്തില്ലാഹ്, അള്ളാന്റെ വീടിന്റെ സമീപമെത്താൻ ആവശ്യമായ സൗകര്യം, പണം, അതിന്റെ ആരോഗ്യവും അതുപോലെ തന്നെ യാത്രാ സൗകര്യവും ഒരു മനുഷ്യന് ലഭ്യമായി. വലം യഹുജ്ജ, എന്റെ മോളെ കെട്ടിക്കട്ടെ, എന്റെ പേരക്കുട്ടിയെ കെട്ടിക്കട്ടെ, എന്റെ വീട് നിന്റെ നിർമ്മാണം കഴിയട്ടെ, എന്റെ മറ്റുള്ള ഉദ്ഘാടനങ്ങളൊക്കെ കഴിയട്ടെ, എന്നിട്ടാണ് എന്റെ ഹജ്ജ്, എന്റെ ഉംറ എന്ന നിലക്കത് മാറ്റി വെക്കുന്ന ആളുണ്ടല്ലോ. ഫലാ അലൈഹി അയ്യമൂത യഹൂദിയൻ ഔ നസ്രാനിയ, അവൻ യഹൂദിയായിട്ടോ നസ്രാനിയായിട്ടോ ആണ് മരിക്കാൻ, അഥവാ ഇസ്ലാമും ഈമാനും നഷ്ടപ്പെട്ടവനായി ആയി മരിക്കാനാണ് സാധ്യത കൂടുതലെന്ന് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ട് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയുടെ ഹദറത്തിൽ വെച്ചിട്ട് നമ്മൾ നിയ്യത്ത് ചെയ്യുക, അല്ലാഹുവേ, ആ മഹത്തായ അവസരം, പരിശുദ്ധ മക്കയും മദീനയും കാണാനുള്ള അവസരം, അത് ഉപയോഗപ്പെടുത്താനുള്ള അവസരം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ, ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. അല്ലാഹു ആ മഹാ സൗഭാഗ്യത്തിന്റെ അഹ്ലുകാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്